നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കേരളം നാളെ വിധി എഴുതും. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 227 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കാൻ 2,61,00,000 വോട്ടർമാരാണുള്ളത്. പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശമായതോടെ ഇന്ന് നിശബ്ദ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളും അണികളും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി അരുണും കോഴിക്കോട് നിന്ന് ടി ആതിരയും ചേരുകയാണ്. ആദ്യം അരുണിലേക്ക് പോകുന്നു, തിരുവനന്തപുരത്തേക്ക്. അരുൺ, കൊട്ടിക്കലാശം കെങ്കേമമായി നടന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. സ്ഥാനാർത്ഥികളൊക്കെ അവസാന വട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാകും രാവിലെ തന്നെ. എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചകൾ? പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചരണത്തിലാണ്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ അതിരാവിലെ 5:30 തന്നെ തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി, തമ്പാട് റെയിൽവേ സ്റ്റേഷനിലെത്തി പ്രചരണം ആരംഭിച്ചു. മറ്റു സ്ഥാനാർത്ഥികളും വരും മണിക്കൂറുകളിൽ പ്രചരണം ആരംഭിക്കും. അവസാനവട്ട ശ്രമത്തിലാണ്, വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളും പുരോഗമിക്കുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം ആരംഭിക്കും. ഞാനിപ്പോൾ ഉള്ളത് നിയമമണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ സ്വാതിരുന്നാൾ സംഗീത കോളേജിലാണ്. ഇവിടെ രാവിലെ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഓരോ കിറ്റുകളും വോട്ടിംഗ് യന്ത്രങ്ങളും ബൂത്തുകളിലേക്ക് കൊണ്ടുപോകും. 2700ഓളം ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. അവിടേക്ക് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പോളിംഗ് സാമഗ്രികൾ എത്തിച്ച് ബൂത്ത് സജ്ജീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ജില്ലയിൽ 238 ബൂത്തുകളിൽ 261 പ്രശ്നസാധ്യതാ ബൂത്തുകളാണ്. ഇവിടെ 132 പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗും 129 മേഖലകളിൽ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. 97 ബൂത്തുകൾ വൾണറബിൾ ബൂത്തുകളുടെ പട്ടികയിൽപ്പെട്ടതാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥരും ഇവിടെ ചേരുന്നുണ്ട്. ഇത് എപ്പോഴത്തേക്ക് പൂർത്തിയാക്കും പോളിംഗ് സാമഗ്രികൾ? പോളിംഗ് സാമഗ്രികൾ വിതരണം ഒരു 10-11 മണിയോടുകൂടി പൂർത്തിയാകാനാണ് സാധ്യത. എല്ലാ ബൂത്തുകളിലേക്കും എത്തിക്കാൻ പറ്റും. നിയമമണ്ഡലത്തിലെ മിക്കവാറും എല്ലാ ബൂത്തുകളിലേക്കും 12 മണിയോടുകൂടി പോളിംഗ് സാമഗ്രികൾ എത്തിക്കും. എന്തൊക്കെയാണ് ഒരു കിറ്റ്, ഒരു ബൂത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ? 24ഓളം സാധനങ്ങളാണ് ഒരു ബൂത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റായിട്ട് കൊടുക്കാം. വോട്ടിംഗ് യന്ത്രത്തിന് പുറമേയുള്ള 24ഓളം സാധനങ്ങൾ. അങ്ങനെ ഇതാണ് 11 മണിയോടുകൂടി ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 14 വിതരണ കേന്ദ്രങ്ങളാണുള്ളത്. 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഓരോ വിതരണ കേന്ദ്രങ്ങൾ. ഉച്ചയോട് തന്നെ പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിലേക്ക് എത്തിക്കും. വൈകിട്ടോടുകൂടി എല്ലാ ബൂത്തുകളും ക്രമീകരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുള്ളത്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരുക്കം അന്തിമഘട്ടത്തിലാണ്. അമീന. ശരി അരുൺ, കോഴിക്കോട് നിന്ന് ടി ആതിര കൂടി ചേരുകയാണ്. ആതിര, കോഴിക്കോട് നിന്നുള്ള ഒരു കാഴ്ച എന്താണ്? രാവിലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെയും സജീവമാണോ പ്രചാരണ ഇടങ്ങളിൽ? പോളിംഗ് സാമഗ്രികളുടെ വിതരണം എങ്ങനെ പുരോഗമിക്കുന്നു കോഴിക്കോട്? അമീന, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോഴിക്കോട് ജില്ല ഒരുങ്ങിയിരിക്കുകയാണ്. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന മലബാർ ക്രിസ്ത്യൻ കോളേജിന് സമീപത്താണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ 8 മണിയോടുകൂടിയാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക. 11:30 കൂടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അവസാനിപ്പിക്കും എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. കോഴിക്കോട്, വടകര ലോക്സഭാ മണ്ഡലങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള 2177 പോളിംഗ് ബൂത്തുകളിൽ 26 ലക്ഷത്തോളം വോട്ടർമാർ നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ജില്ലയിൽ വോട്ടിംഗ് 100% ആക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായുള്ള ബോധവൽക്കരണ പരിപാടികളാണ് നടന്നിട്ടുള്ളത്. 2016 അപേക്ഷിച്ച് ഇത്തവണ 2 ലക്ഷത്തിലധികം പുതിയ വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിധി നിർണയത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നത്. 2016 23,11,044 വോട്ടർമാർ ആണ് ഉണ്ടായിരുന്നത്. വടകര, കോഴിക്കോട് എന്നിങ്ങനെ 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ വരിക. ഇത്തവണ 26,1605 വോട്ടർമാരാണ് ഉള്ളത്. അന്തിമ വോട്ടർ
പട്ടിക അനുസരിച്ച് വടകര മണ്ഡലത്തിൽ മാത്രം 12,86,250 വോട്ടർമാരാണ് ആകെ ഉള്ളത്. അതിൽ 6,17,009 പുരുഷന്മാരും 6,69,223 സ്ത്രീകളും ഉൾപ്പെടെ 18 ഭിന്നലിംഗക്കാരും ഉൾപ്പെടെയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ 12,86,250 വോട്ടർമാർ ആകെ വരുന്നത്. ഏതായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ 8 മണിയോട് കൂടി പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവസാനഘട്ട പ്രചരണത്തിൻ്റെ തിരക്കിലാണ്. ഇന്നലെ കൊട്ടിക്കലാശത്തോടു കൂടിയിട്ട് പരസ്യ പ്രചാരണം അവസാനിച്ചുകൊണ്ട് ഇന്ന് സമാധാനപരമായി സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൻ്റെ ഭാഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി വിവിധങ്ങളായിട്ടുള്ള ആൾക്കാരെ കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് രാവിലെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ 5 മണിയോടുകൂടിയ തന്നെ LDF, UDF, NDA സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്ന വേളയിൽ നേരിട്ട് വ്യക്തികളെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമീന. ശരി, ആതിര ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് VV അരുണിലേക്ക്. അരുൺ, 11 മണി കഴിയുമ്പോഴേക്കും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാകുമെന്നാണ് നേരത്തെ ഒരു തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞതായി നമ്മൾ കണ്ടത്. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എന്താണ്? എപ്പോഴേക്കാകും ഈ പോളിംഗ് സാമഗ്രികൾ കൊണ്ടുപോയി അതത് പോളിംഗ് ബൂത്തുകളിൽ ഇൻസ്റ്റലേഷൻ അടക്കമുള്ള മറ്റു കാര്യങ്ങൾ നടത്തുക? കാരണം ഇനി 24 മണിക്കൂർ ബാക്കിയില്ല തിരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുന്നതിനായി. അരുൺ, കേൾക്കുന്നുണ്ടോ? ചോദ്യം തീർച്ചയായും. അതായത് 11 മണിയോടുകൂടി പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാകുമെന്നാണ് നേരത്തെ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസർ നമ്മളോട് പറഞ്ഞത്. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എന്താണ്? എപ്പോഴേക്കാകും ഇത് അതത് പോളിംഗ് ബൂത്തുകളിൽ കൊണ്ടുപോയി ഇൻസ്റ്റലേഷൻ അടക്കമുള്ള നടപടികളൊക്കെ ആരംഭിക്കുക? എപ്പോഴേക്കും അത് പൂർത്തിയാകും? അമീന, പോളിംഗ് സാമഗ്രികളുടെ വിതരണം 11 മണിയോടുകൂടി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഓരോ ബൂത്തുകളിലും അല്ലെങ്കിൽ ഓരോ വിതരണ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും. അത് നടപടികൾ പൂർത്തിയാക്കിയാൽ ഉച്ചയോടുകൂടി പോളിംഗ് ബൂത്തുകളിലേക്ക് ഈ പോളിംഗ് സാമഗ്രികൾ എത്തിക്കും. ചില ബൂത്തുകൾ ജില്ലയിൽ വളരെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ്. നിയമമണ്ഡലത്തിൽ ആ പ്രശ്നം വരുന്നില്ല. മറ്റ് ആറ്റിങ്ങൽ മണ്ഡലം അടക്കമുള്ള സ്ഥലങ്ങളിൽ വനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ബൂത്തുകളുണ്ട്, അമ്പൂരി പോലുള്ള മേഖലകളുണ്ട്. ഇവിടെയൊക്കെ ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികൾ എത്തിക്കാൻ വൈകും. ഏതായാലും വൈകിട്ടോടുകൂടി എല്ലാ ബൂത്തുകളും ഏറെക്കുറെ പൂർണ്ണ സജ്ജമാകും. നാളെ രാവിലെ 6 മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിക്കും. അതിനു മുന്നോടിയായി ബൂത്തുകളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സജ്ജമാകും. ഇത് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ വിലയിരുത്തലുകളും ഉണ്ടാകും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോളിംഗ് സാമഗ്രികൾ ഓരോ ബൂത്തുകളിലേക്കുമുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്ന അവർക്കായി വേർതിരിച്ചു വയ്ക്കുന്ന ചടങ്ങുകളാണ്. 24 സാധനങ്ങളാണ് ഈ പോളിംഗ് കിറ്റിൽ ഉള്ളത്. ഇതിന് പുറമെ വോട്ടിംഗ് മെഷീനും VVPAT മെഷീനും ഉണ്ട്. ഇത്തവണ തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്. 2 ബാലറ്റ് യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് 17ഉം ആറ്റിങ്ങലിൽ 19 സ്ഥാനാർത്ഥികളുമുണ്ട്. അതുകൊണ്ട് തന്നെ 2 ബാലറ്റ് യൂണിറ്റുകൾ ഇവിടങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഊർജിതമായി പുരോഗമിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി മുഴുവൻ ബൂത്തുകളിലേക്കും പോളിംഗ് സാമഗ്രികൾ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നു. പോലീസിന്റെ വലിയ സന്നാഹങ്ങളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാനത്ത് പലയിടത്തും വ്യാപക അക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബൂത്തുകളിലേക്കും ഇത് വ്യാപിക്കുമോ എന്ന ആശങ്കയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ത്രികോണ മത്സരം ഒന്നിലധികം മണ്ഡലങ്ങളിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അതിന്റെ ഭാഗമായുള്ള എല്ലാ തരത്തിലുള്ള ആശങ്കകളും ഉദ്യോഗസ്ഥർക്കുണ്ട്. കാരണം 3 മുന്നണികളും വളരെ വീറും വാശിയോടെ നടത്തിയ പ്രചരണം അതിനൊടുവിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ പോലും അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു. അതുകൊണ്ട് പോളിംഗ് ദിവസം ആ അക്രമങ്ങൾ ഒഴിവാക്കുന്ന ശ്രമത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. പോളിംഗ് ബൂത്തുകളിലും വിതരണ കേന്ദ്രങ്ങളിലും ഒക്കെ പോലീസിന്റെ സന്നാഹങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. കർശന പോലീസ് സുരക്ഷയിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണവും
നടക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇത് കൃത്യമായ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ മെഷീനുകൾ, വോട്ടിംഗ് മെഷീനുകൾ കൂടി ഇവിടേക്ക് എത്തിക്കും. സ്ട്രോങ് റൂമുകൾ സൂക്ഷിക്കുന്ന മെഷീനുകൾ കൂടി ഇവിടേക്ക് എത്തിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അവയും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും. ഇത്തരത്തിൽ സ്വാതിനാഥ് സംഗീത കോളേജിൽ നേമം മണ്ഡലത്തിലെ ബാലറ്റ് പോളിംഗ് സാമഗ്രിയുടെ വിതരണ കേന്ദ്രമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 14 കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ ജില്ലയിൽ മാത്രമുണ്ട്. ഇവിടെ നിന്നാണ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. അമീന. ശരി അരുൺ, കൊച്ചിയിലേക്ക് കൂടി പോവുകയാണ്. എസ് ശരൺ ഉണ്ട് കൊച്ചിയിൽ. ശരൺ, കൊച്ചിയിലെ ഒരു കാഴ്ച എന്താണ്? രാവിലെ തന്നെ NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം വോട്ട് ഉറപ്പിക്കാനുള്ള യാത്രയിലാണ് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റു സ്ഥാനാർത്ഥികളൊക്കെ എത്രത്തോളം പ്രതീക്ഷയിലാണ്? എന്താണ് കൊച്ചിയിൽ നിന്നുള്ള ഒരു കാഴ്ച? അമീന സൂചിപ്പിച്ചതുപോലെ തന്നെ 3 സ്ഥാനാർത്ഥികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ഇന്ന് നിശബ്ദ പ്രചരണമായി ഇന്ന് അദ്ദേഹം ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അവസാനവട്ടമായി എല്ലാവരെയും കണ്ട് വോട്ടുറപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം ജിംനേഷ്യത്തിൽ കയറിക്കൊണ്ട് തന്നെ അവിടെ ഉള്ള ആളുകളുമായി സംസാരിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. നേരത്തെ ഹൈബി ഈഡനും ഇവിടെ എത്തിയിരുന്നു. ഹൈബി ഈഡൻ ഇവിടെ എത്തി വോട്ടർമാരോട് വോട്ട് തേടിയ ശേഷമാണ് മടങ്ങിയത്. ഇതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥി P രാജീവ് 9 മണിയോടുകൂടിയാണ് പ്രചരണം, നിശബ്ദ പ്രചരണം ആരംഭിക്കുന്നത്. ഏതായാലും അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. അൽഫോൺസ് കണ്ണന്താനം തന്നെ ചേരുകയാണ്. സർ, എത്രത്തോളം ആത്മവിശ്വാസത്തിലാണുള്ളത്? വളരെ ആത്മവിശ്വാസത്തിലാണ്. കാരണം കൊച്ചിക്കാർക്ക് അറിയാം അവർക്ക് എന്താ വേണ്ടതെന്ന്. ആര് ഇവിടെ തെരഞ്ഞെടുത്താൽ, ആര് MP ആയാൽ ഈ നാടിന് ഗുണമുണ്ടാവും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഞാൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. ശക്തരായ എതിരാളികളാണ്, ഒപ്പം തന്നെ ചെറുപ്പക്കാരുമാണ്. അതിനെങ്ങനെയാണ് നോക്കിക്കാണും? അല്ല, ഈ ചെറുപ്പക്കാരെ ഞാൻ ആദ്യ ദിവസം തന്നെ ഓടാൻ വിളിച്ചതല്ലേ, ആരും കണ്ടില്ലല്ലോ. ആരോ പറഞ്ഞു എനിക്ക് പ്രായമാണ്, ബാക്കി 2 പേരും ചെറുപ്പക്കാർ. അപ്പം ഞാൻ ഓർത്തു തന്നെ എന്തോടൊന്ന് ഓടാൻ വരുമോ രാവിലെ. അപ്പോൾ നമുക്ക് തെളിയിക്കാം ആരാ ചെറുപ്പം. ഇതുവരെ ആരും വന്നിട്ടില്ല. ഈ ട്രോൾ ചെയ്യപ്പെട്ടൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രോൾ ചെയ്യപ്പെട്ടൊന്നും ഈ സമൂഹ മാധ്യമങ്ങളുടെ സമീപകാലത്ത് വലിയ തോതിൽ ഇത് ആരോഗ്യത്തിന്റെ സന്തോഷത്തിന്റെ സ്ഥലം. അപ്പൊ അതിനെ പറ്റി വേണം സംസാരിക്കാം. ഓക്കെ, എവിടേക്കാണ് ഇന്ന് പ്രചരണം നടത്തുന്നത്? പ്രധാനമായും തുടങ്ങുന്നത് ഇത് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ എഴുന്നേറ്റ് ഒന്ന് മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ആരോഗ്യത്തിലേക്ക് എത്തിച്ച് നമ്മൾ തുടങ്ങുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ഒരു എക്സസൈസും ജിമ്മും ഓട്ടോ ഒക്കെ ആയിട്ട് തുടങ്ങിയാൽ നമ്മുടെ ആ ദിവസം സന്തോഷകരമായിരിക്കും. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ശക്തി കിട്ടുന്ന, മനസ്സിനും നല്ല ഊർജ്ജം കിട്ടുന്ന കാര്യമാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഓടുന്നു, എക്സസൈസ് ചെയ്യുന്നു, ജിം ചെയ്യുന്നു ഒക്കെ വളരെ വളരെ നല്ലതാണ്. ഏതായാലും നമുക്കറിയാം ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അദ്ദേഹം അവസാനവട്ടമായി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാവരെയും കണ്ട് വോട്ട് ചോദിക്കുകയാണ്. അദ്ദേഹം വോട്ട് ഉറപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം P രാജീവിൻ്റെയാണ്. P രാജീവ്, LDF സ്ഥാനാർത്ഥി P രാജീവ് 9 മണിയോടുകൂടി വോട്ട് തേടാൻ എത്തും. അദ്ദേഹം പല സ്ഥലങ്ങൾ, അതായത് വിവിധ മഠങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അദ്ദേഹം ഇന്ന് വോട്ട് തേടുക. ഇതോടൊപ്പം തന്നെ ഹൈബി ഈഡനും വിവിധ ഇടങ്ങളിലായി പ്രചരണം നടത്തുന്നുണ്ട്, നിശബ്ദ പ്രചരണം നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് ഇവിടെ എത്തി അദ്ദേഹം വോട്ട് തേടിയിരുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനും അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും പോയി ഇത്തരത്തിൽ അവസാനവട്ടമായി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തും. കേരളം നാളെ വിധി എഴുതുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 227 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കാൻ 2,61,00,000 വോട്ടർമാരാണുള്ളത്. ഇന്ന് പരസ്യ പ്രചാരണത്തിന് ഇന്നലെ കൊട്ടിക്കലാശമായതാണ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. തികഞ്ഞ പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. വിവിധ മേഖലകളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാരാണ് വിവരങ്ങൾ നൽകിയത്. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും വിജയപ്രതീക്ഷയിലാണ്. രാവിലെ തന്നെ അദ്ദേഹം നിശബ്ദ പ്രചാരണം ആരംഭിച്ചു. ജനങ്ങളെ സംബന്ധിച്ച് ആർക്ക് വോട്ട് നൽകണമെന്നുള്ള കൃത്യമായ ധാരണ ജനങ്ങൾക്ക് ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ആശങ്ക എനിക്ക് തോന്നുന്നില്ല. പരിപൂർണമായൊരു കോൺഫിഡൻസ് തന്നെ, തികഞ്ഞ ആത്മവിശ്വാസം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം പൂർത്തീകരിക്കുമ്പോൾ എനിക്കുണ്ട്. അത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും റെസ്പോൺസുമാണ്. അത് വളരെ പോസിറ്റീവാണ്.
വോട്ടെടുപ്പ് ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ്. കേരളത്തിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കേണ്ടത് ദേശീയ നിലനിൽപ്പിന്റെ പ്രശ്നമായതിനാൽ കോൺഗ്രസിനും സിപിഎമ്മിനും ആശങ്കയേറും. സുവർണാവസരമായി ശബരിമല കിട്ടിയിട്ടും അക്കൌണ്ട് തുറക്കാനാവാതെ വന്നാലുള്ള നാണക്കേടാണ് ബിജെപിയെ അലട്ടുന്നത്. ഇന്ന് പരസ്യപ്രചരണമില്ല. പക്ഷേ ഇന്നാണ് കടുംവെട്ട് പ്രചരണം. ജാതിയും മതവും മുതൽ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരായ ആരോപണങ്ങളും കഥകളും വരെ പ്രചരിക്കുന്ന ദിവസം. അവസാന അടവുമിറക്കി വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങളിലാണ് മൂന്ന് മുന്നണികളും. ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ തരംഗം സംസ്ഥാനത്ത് ഇനിയും ദൃശ്യമല്ല. 18 സീറ്റ് വരെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിലെ സർക്കാർ വിരുദ്ധ വികാരവും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും അനുകൂല ഘടകമാകുമെന്ന് അവർ കരുതുന്നു. മതന്യൂനപക്ഷങ്ങളുടെ വലിയ സഹായവും പ്രതീക്ഷിക്കുന്നു. അനുകൂല വോട്ടുകൾ പോലും ബൂത്തിലെത്തിക്കാനുള്ള സംഘടനാ സംവിധാനം പലയിടത്തും ഇല്ലെന്നതാണ് അവസാന ഘട്ടത്തിലെ മുഖ്യ പ്രശ്നം. ജനങ്ങളാകെ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റിനെയും കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റിനെയും പാഠം പഠിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം ഉണ്ടാകും എന്നെനിക്ക് പറയാനുണ്ട്. എന്തു വന്നാലും 8 സീറ്റ് ഉറപ്പിക്കുന്ന ഇടതുമുന്നണി സാഹചര്യം അനുകൂലമായാൽ അത് 11 വരെ ഉയരാമെന്ന് കണക്കുകൂട്ടുന്നു. സർക്കാരിന്റെ നേട്ടങ്ങൾ മുതൽ ബിജെപിക്കെതിരായ നിലപാടുകൾ വരെ വോട്ടാകുമെന്നും പ്രതീക്ഷയുണ്ട്. ശബരിമലയിൽ ചോരുന്ന വോട്ടുകൾ SNDPയുടെയും KPMSന്റെയും പിന്തുണയോടെ മറികടക്കാമെന്നും കണക്കുകൂട്ടുന്നു. മോദിക്കെതിരായ മതന്യൂനപക്ഷങ്ങളുടെ വികാരം കോൺഗ്രസിന് അനുകൂലമായ വോട്ടായി മാറുമോ എന്നതാണ് ഇടതുപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്ന ചോദ്യം. ഇടതുപക്ഷ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ബദൽ നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഇത് പൊതുവെ സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കാണുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ സ്വാധീനം പാർലമെന്റിൽ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനാകണം എന്ന് തന്നെയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ ഈ 3 മണ്ഡലങ്ങളിലാണ് ബിജെപിയുടെ പ്രതീക്ഷ. ശബരിമല സുവർണാവസരമാകുമെന്നും ബിജെപി കണക്കുകൂട്ടുന്നു. ചില മണ്ഡലങ്ങളിലെങ്കിലും NSS പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്. ശബരിമല വോട്ടുകൾ കോൺഗ്രസ് പെട്ടിയിലേക്ക് വീഴാനുള്ള സാധ്യതയും കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ സ്വഭാവവുമാണ് ബിജെപിയെ ആശങ്കപ്പെടുത്തുന്ന ഘടകങ്ങൾ. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. സംസ്ഥാനം വിധിയെഴുതാൻ ഇനി ഒരു നാൾ കൂടിയാണ് ബാക്കി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആർക്കൊപ്പം എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും. പല വിഷയങ്ങളും സംഘടനകൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചു. കൊണ്ടും കൊടുത്തും പ്രചാരണം കൊഴുത്തു. പക്ഷേ ജനകീയ വിഷയങ്ങൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന ആക്ഷേപം ഒരു വശത്തുണ്ട്. ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടോ? ന്യൂസ് അജണ്ട മുന്നോട്ട് വെക്കുന്ന വിഷയം ഇതാണ്. ഈ വിഷയമാണ് പ്രേക്ഷകരുടെ പ്രതികരണത്തിനായും മുന്നോട്ട് വെക്കുന്നത്. രാവിലെ 7:30 മുതൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 6615 881. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഗോവിന്ദാപുരം, നെന്മാറ എന്നിവിടങ്ങളിൽ വ്യാപക അക്രമം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന് ശേഷമാണ് CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 9 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഗോവിന്ദാപുരം ബ്രാഞ്ച് സെക്രട്ടറി ജയിലാവുദ്ദീൻ, DYFI പ്രവർത്തകരായ കാർത്തിക്, സുരേഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇതിൽ ജയിലാവുദ്ദീന്റെ ആരോഗ്യനില ഗുരുതരമാണ്. ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിലെ 4 കോൺഗ്രസ് പ്രവർത്തകർക്കും വെട്ടേറ്റിട്ടുണ്ട്. കോളനിയിലെ ശിവരാജന് തലയ്ക്കാണ് പരിക്ക്. 2 സംഭവങ്ങളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലത്തൂരിൽ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ LDF UDF പ്രവർത്തകർ തമ്മിലുണ്ടായ കല്ലേറിൽ MLA മാർക്കും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനും പരിക്ക്. വടക്കാഞ്ചേരി MLA അനിൽ അക്കരയ്ക്കും ആലത്തൂർ MLA KD പ്രസേനനുമാണ് പരിക്കേറ്റത്. ആക്രമണത്തിനു പിന്നിൽ CPMലെ ഒരു വിഭാഗത്തിന്റെ ഗൂഢാലോചനയാണെന്ന് അനിൽ അക്കര ആരോപിച്ചു. അനിൽ അക്കരയുടെ നാടകമാണ് സംഭവമെന്ന് CPMും മറുആരോപണം ഉന്നയിച്ചു. ആലത്തൂരിൽ നടന്ന പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് പ്രവർത്തകർ മടങ്ങുന്നതിനിടെയാണ് അക്രമം. കല്ലേറിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വാഹനത്തിന്റെ ചില്ലുകൾ തകർന്നു. വാഹനത്തിലുണ്ടായിരുന്ന രമ്യ ഹരിദാസിനും അനിൽ അക്കര MLAയ്ക്കും പരിക്കേറ്റു. ഇവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. UDF പ്രവർത്തകർക്കും പരിക്കുണ്ട്. അക്രമത്തിന് പിന്നിൽ CPMലെ ഒരു വിഭാഗമാണെന്ന് അനിൽ അക്കര ആരോപിച്ചു. 7,000 ആളുകളുമായി നിൽക്കുമ്പോൾ വണ്ടി പോകാൻ കഴിയണ്ടേ? അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറുന്ന രമ്യം കയറുന്ന മാറാൻ പറഞ്ഞ നേരത്താണ് അപ്പുറത്തിരുന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ അവർ ബഹളം വിളിക്കുന്നത്. പിന്നെ തുരുതുരാ ഏറാണ്. അങ്ങനെ കുട്ടീനെ എടുത്ത് മാറ്റി വണ്ടിയുടെ ഉള്ളിലേക്ക് ആക്കി ഇറങ്ങുന്ന നേരത്ത് വീണ്ടും ഇറങ്ങുമ്പോൾ വണ്ടി തിരിച്ച് ഞാനാണ് പ്രവർത്തകരൊക്കെ മാറ്റിയത്. നമ്മൾ ഓഫീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ പക്ഷേ നീങ്ങാൻ പറ്റൂല. അപ്പോൾ ആൾക്കാരുള്ളതുകൊണ്ട്
എന്നാൽ പിന്നെ ഇറങ്ങാല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കല്ലേറ് വരുന്നത്. റൈറ്റ് സൈഡിൽ മാറി ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോഴാണ് ആദ്യത്തെ കല്ല് കിട്ടുന്നത്. ഗ്ലാസ് ഇടാനും പറ്റില്ല, പക്ഷെ അപ്പോഴത്തേക്കും മുന്നിന്ന് കല്ല് എറിഞ്ഞു, ആ വണ്ടിയുടെ ചില്ല് അത് തകർന്നു, ആ ചില്ല് കുറച്ച് തെറിച്ചു. കല്ലേറിൽ ആലത്തൂർ MLA KD പ്രസേനനും മേലാർക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് M മായനും പരിക്കേറ്റു. അനിലക്കരയുടെ നാടകമാണ് സംഭവമെന്ന് CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനും പറഞ്ഞു. അവിടെ എന്താണ് ബഹളം എന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഏറ് വരുന്നത്. രാഷ്ട്രീയം പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ വളരെ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. UDF പ്രവർത്തകരെ അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. വളരെ ആസൂത്രിതമായി തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്രിമിനൽ സംഘം ഇത് നടത്തുകയായിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിനു പുറമെ 11 സംസ്ഥാനങ്ങളും 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നാളെ വിധിയെഴുതും. 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ജമ്മുകശ്മീരിലെ അനന്തനാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും നാളെ വിധിയെഴുതും. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് 3ാം ഘട്ടത്തിലാണ്. 13 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം 116 മണ്ഡലങ്ങളാണ് വോട്ടവകാശം വിനിയോഗിക്കുക. കേരളത്തിന് പുറമെ ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ചൊവ്വാഴ്ച വിധിയെഴുതും. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും 14 മണ്ഡലങ്ങൾ വീതമാണ് വോട്ടെടുപ്പ്. UPയിലെ 10ഉം ഛത്തീസ്ഗഡിലെ 7ഉം ഒഡീഷയിലെ 6ഉം പശ്ചിമബംഗാളിലെയും ബീഹാറിലെയും 5 വീതവും അസമിലെ 4 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലെത്തും. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും അന്നേ ദിവസമാണ് വോട്ടെടുപ്പ്. LK അദ്വാനി പ്രതിനിധീകരിച്ചിരുന്ന ഗാന്ധിനഗറിൽ നിന്ന് ജനവിധി തേടുന്ന BJP അധ്യക്ഷൻ അമിത്ഷായും വയനാട്ടിൽ നിന്ന് ജനവിധി തേടുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമാണ് 3ാം ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. തട്ടകമായ മെയിൻപുരിയിൽ നിന്ന് മുലായം സിംഗ് യാദവ് മത്സരിക്കും. ഫിറോസാബാദിൽ യാദവ് കുടുംബങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ മുലായത്തിന്റെ അനുജൻ ശിവപാൽ യാദവും മുലായത്തിന്റെ ബന്ധു രാംഗോപാൽ യാദവിന്റെ മകൻ അക്ഷയ് യാദവും തമ്മിലാണ് മത്സരം. രാംപൂരിൽ സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനെ നേരിടുന്നത് BJPയിലെ ജയപ്രദയാണ്. ബീഹാറിലെ മധേപുരയിൽ നിന്ന് RJD ടിക്കറ്റിൽ ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവ് ജനവിധി തേടും. ബാരാമതിയിൽ നിന്ന് സുപ്രിയ സുലെ വീണ്ടും ജനവിധി തേടുമ്പോൾ പിലിഭത്തിൽ നിന്നാണ് വരുൺ ഗാന്ധിയുടെ മത്സരം. ഗുൽബർഗയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, ഉത്തരകന്നഡയിൽ അനന്ത്കുമാർ ഹെഗ്ഡെ, ഷിമോഗയിൽ BY രാഘവേന്ദ്ര എന്നിവരാണ് കർണാടകയിൽ നിന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ച LDFും NDAയും തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട NDA തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ആരോപണം പരാജയഭീതി മൂലമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. അമേത്തിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ധ്രുവ് രാജിന്റെ ആക്ഷേപത്തിന് ചുവടുപിടിച്ചാണ് വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ പരാതി. രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വം ഉണ്ടെന്നാണ് ആക്ഷേപം. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച സത്യവാങ്മൂലത്തിലും പൊരുത്തക്കേടുകളുണ്ട്. അമേത്തിയിൽ രാഹുലിന്റെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നീട്ടിവെച്ച സാഹചര്യം ഉള്ളതായും പരാതി ചൂണ്ടിക്കാണിക്കുന്നു. ഇരട്ട പൗരത്വമുള്ള ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിയമം നമ്മളുടെ ഭരണഘടനയിലുള്ളത് കൊണ്ട് തന്നെ ആ കാര്യം രേഖപ്പെടുത്തി ഇന്ന് നമ്മൾ രേഖാമൂലം റിട്ടേണിംഗ് ഓഫീസർ പരാതി കൊടുത്തിട്ടുണ്ട്. സമാനമായ ആരോപണവുമായി ഇടതുപക്ഷവും രംഗത്തെത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യം LDFിനില്ല. 2 സ്ഥലത്തും 2 തരത്തിലുള്ള നോമിനേഷൻ കൊടുത്തു എന്നുള്ളത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം കൈവരിക്കും. സുബ്രഹ്മണ്യൻ സ്വാമി കഴിഞ്ഞ 2 വർഷമായി ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണമാണ് വീണ്ടും BJP ഉയർത്തുന്നത് എന്നാണ് വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം. ഇത് സുബ്രഹ്മണ്യൻ സ്വാമി കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ആദ്യം ഉന്നയിച്ചതല്ല. എത്രയോ പ്രാവശ്യം സുപ്രീം കോടതി കേസ് വന്നതാണ്. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ആശങ്കയില്ല. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉദ്ദേശവുമില്ല. എന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരിയുടെ തീരുമാനം വരും. അതുവരെ സുഹൃത്തൊന്ന് വെയിറ്റ് ചെയ്യും. അമേത്തിയിലെ വരണാധികാരി പരാതിയെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനം അനുസരിച്ചാകും മുന്നണികളുടെ തുടർ നീക്കം. സുർജിത് അയ്യപ്പത്തിനൊപ്പം മനു ഭരത്, ന്യൂസ് 18 വയനാട്. വയനാടിനു പുറമെ അമേഠിയിൽ നിന്നും ജനവിധി തേടുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കും. രാഹുൽ സമർപ്പിച്ച പത്രികയിൽ ഗുരുതര പിഴവുകൾ ചൂണ്ടിക്കാട്ടപ്പെട്ടതിനെ തുടർന്നാണ് സൂക്ഷ്മ പരിശോധന റിട്ടേണിംഗ് ഓഫീസർ മാറ്റിവെച്ചത്. അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ധ്രുവരാജാണ് നാമനിർദ്ദേശ പത്രികയിൽ ഗുരുതര പിഴവുകളുണ്ടെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണെന്നാണ് ധ്രുവരാജിന്റെ ആരോപണം. രാഹുൽ ഗാന്ധി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ബ്രിട്ടൻ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ വിവരങ്ങളിൽ രാഹുൽ ബ്രിട്ടീഷ് പൗരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ധ്രുവരാജ് ആരോപിക്കുന്നു. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് മത്സരിക്കണമെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഉണ്ടാകണം. രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ച ആരോപണത്തിന് പുറമെ കമ്പനിയുടെ സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ചും വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റിയും
ധ്രുവരാജ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പത്രിക സ്വീകരിക്കാതെ സൂക്ഷ്മ പരിശോധനയ്ക്കായി മാറ്റിവെക്കുകയായിരുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കോടതിയലക്ഷ്യ കേസിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് സുപ്രീം കോടതിയിൽ മറുപടി നൽകിയേക്കും. റഫാൽ ഇടപാടിൽ അഴിമതി നടന്നതായി സുപ്രീം കോടതി പറഞ്ഞു എന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ BJP നേതാവ് മീനാക്ഷി ലേഖിയാണ് കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. കോടതി വിധി പരാമർശിച്ച് ചൌക്കിദാർ കള്ളനാണെന്ന് തെളിഞ്ഞതായും രാഹുൽ പറഞ്ഞിരുന്നു. രാഹുലിന്റെ പരാമർശങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങളാണെന്നും പുതിയ രേഖകൾ പരിഗണിക്കാൻ മാത്രമാണ് ഉത്തരവെന്നും ഹർജിയിൽ നോട്ടീസ് അയക്കവെ കോടതി നിരീക്ഷിച്ചിരുന്നു. കോടതി വിധിക്ക് ശേഷം രാഹുൽ അമേഠിയിൽ നടത്തിയ പ്രതികരണത്തിലാണ് വിവാദമായ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്ര സിനിമയുടെ റിലീസ് തടഞ്ഞ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ചോദ്യം ചെയ്തു നൽകിയ ഹർജിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സുപ്രീം കോടതിയിൽ മറുപടി നൽകും. സിനിമ കണ്ട ശേഷം നിലപാട് അറിയിക്കാനാണ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകിയത്. തുടർന്ന് കമ്മീഷൻ സംഘം സിനിമ കണ്ടിരുന്നു. നിർമ്മാതാക്കളുടെ വാദവും കേട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് മുദ്രവെച്ച കവറിലാണ് കമ്മീഷൻ കോടതിയിൽ സമർപ്പിക്കുക. ഏപ്രിൽ 4-ന് റിലീസ് ചെയ്യാൻ നിശ്ചയിച്ച ഐ ആം മോദി ചിത്രം പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ജീവിതകഥ പറയുന്ന ചിത്രം വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് പ്രതിപക്ഷത്തിന് തോന്നിയതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നടപടിയിലേക്ക് എത്തിച്ചത്. എന്നാൽ ചിത്രം കണ്ട് തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിയുടെ ഇടപെടലിനു പിന്നാലെ കമ്മീഷൻ തീരുമാനമെടുത്തു. ഈ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കമ്മീഷൻ ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്താകുമെന്ന ചോദ്യമാണ് ന്യൂസ് അജണ്ട ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ആപ്പ് ടിക്ടോക്ക് നിരോധിച്ച മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ടിക്ടോക്ക് ഡൌൺലോഡ് ചെയ്യുന്നത് വിലക്കണമെന്ന ഉത്തരവിറക്കിയത്. തുടർന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ടിക്ടോക്ക് ഡൌൺലോഡ് ചെയ്യുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വിലക്കി. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ടിക്ടോക്ക് ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടും. അടിയന്തരമായി വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി നേരത്തെ പരിഗണിക്കാൻ വിസമ്മതിച്ചിരുന്നു. സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ശ്രീലങ്കയിൽ അതീവ ജാഗ്രത തുടരുന്നു. ആക്രമണം തടയുന്നതിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഹെ വ്യക്തമാക്കി. അതേസമയം 4 ഇന്ത്യക്കാരടക്കം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 228ആയി. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 13 പേർ അറസ്റ്റിലായിട്ടുണ്ട്. സ്ഫോടനം നടന്നിടങ്ങൾക്ക് പുറമെ മറ്റ് ചില കേന്ദ്രങ്ങൾ കൂടി തീവ്രവാദികൾ ലക്ഷ്യമിട്ടതായാണ് വിവരം. കൊളംബോയിൽ സ്ഥിതി ചെയ്യുന്ന 2 5-നക്ഷത്ര ഹോട്ടലുകളിലും കൊളംബോ തുറമുഖത്തും സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു. തുറമുഖത്തിന് സമീപത്തു നിന്ന് സ്ഫോടക വസ്തുക്കളും സൈന്യം പിടിച്ചെടുത്തു. രാജ്യത്തുടനീളം കനത്ത സുരക്ഷ തുടരുകയാണ്. നിരോധനാജ്ഞയും സമൂഹമാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുടരും. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഒരു സംഘടനയും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട 13 പേരെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ട്. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരുന്നതായും ആക്രമണം തടയുന്നതിൽ പോലീസിനും സേനയ്ക്കും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഘെ പറഞ്ഞു. നിലവിലെ സാഹചര്യങ്ങൾ ശ്രീലങ്കൻ ജനത ഒറ്റക്കെട്ടായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. We must also look into why adequate precautions were not taken in this respect. But first and foremost, we have to ensure that terrorism does not lift its head in Sri Lanka. സംഭവത്തിൽ ഇതുവരെ 215 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 36 പേർ വിദേശികളാണ്. മരിച്ച 4 ഇന്ത്യക്കാരിൽ കാസർഗോഡ് സ്വദേശിനി PS റസീനിയും ഉൾപ്പെടും. 500ഓളം പേരാണ് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നത്. ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭയും ലോകരാജ്യങ്ങളും നടുക്കം രേഖപ്പെടുത്തി. ഇന്നലെ ഈസ്റ്റർ ദിനത്തിലാണ് പ്രശസ്തമായ നെഗോംബോ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലും കൊളംബോ സെന്റ് ആന്റണീസ് പള്ളിയിലും 3 5-നക്ഷത്ര ഹോട്ടലുകളിലുമായി 8 സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ശ്രീലങ്കയിലുണ്ടായ വൻ സ്ഫോടനത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളത്തിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘത്തിന് ആരോഗ്യവകുപ്പ് രൂപം നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ SS സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 15 അംഗങ്ങളാണ് സംഘത്തിലുള്ളത്. കേന്ദ്ര സർക്കാരിന്റെയും ശ്രീലങ്കൻ സർക്കാരിന്റെയും അനുമതി ലഭിച്ചാൽ ഉടൻ സംഘം പുറപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. സൗദി അറേബ്യയിൽ പോലീസ് സ്റ്റേഷന് നേരെ ഭീകരാക്രമണ ശ്രമം. റിയാദിലുള്ള പോലീസ് സ്റ്റേഷന് നേരെയാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. കാറിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ഭീകരർ ഗേറ്റ് തകർത്ത് അകത്ത് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ 4 ഭീകരരെയും പോലീസ് വധിച്ചു. 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും സൗദിയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ SPA റിപ്പോർട്ട് ചെയ്യുന്നു.